സമരത്തിന്റെയും സർഗാത്മകതയുടെയും ഓർമ്മകളുമായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ ഒരു ഒത്തുചേരൽ. 1970 മുതൽ ഇപ്പോഴത്തെ ബാച്ച് വരെയുള്ള ASF പ്രവർത്തകരാണ് കോളേജിൽ സംഗമിച്ചത്. ഓർമ്മച്ചോപ്പിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പങ്കെടുക്കാൻ മന്ത്രിയും MLA മാരും ഒക്കെ എത്തി. ശ്രീ കേരളവർമ്മ കോളേജിലെ മരത്തണലിൽ അവർ ഒത്തുചേർന്നു. കേക്ക് മുറിച്ചു. ഓർമ്മച്ചോപ്പിൽ അവർ പഴയ വിദ്യാർത്ഥി സഖാക്കളായി. ഒരാൾ ഇന്ന് മന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി K. രാജൻ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നടന്നു തീർത്ത വഴികളാണ്. ഞാനൊരു വലിയ കാലം കേരളത്തിലെ മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരക കോളേജ് മുതൽ പാറശാലയിൽ IT വരെയുള്ള ക്യാമ്പസുകളെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമ്പസ് സൃഷ്ടിച്ച അനുഭവങ്ങൾ മറക്കാനാകില്ല. ഒരു കെട്ടിടം വന്നൊഴിച്ചാൽ കേരളവർമ്മ കോളേജിൽ പണ്ട് കണ്ടതെല്ലാം ഇപ്പോഴും ബാക്കിയിരിക്കുന്നുണ്ട്. MLA, മുൻ മന്ത്രിമാർ, പാർട്ടിയുടെ ഉന്നത സമിതികളിലുള്ള നേതാക്കൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു നൂറ് കഥകൾ. ചെത്തുതൊഴിലാളി കുടുംബത്തിൽ നിന്ന് പാർട്ടി ദൗത്യത്തിന്റെ ഭാഗമായി ശ്രീ കേരളവർമ്മയിലെത്തിയ കാലം VS സുനിൽകുമാർ ഇടറുന്ന ശബ്ദത്തോടെ ഓർത്തെടുത്തു. ഞാൻ ഈ കോളേജിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെ വരില്ലായിരുന്നു. കാരണം ഞങ്ങൾ ചെത്തുതൊഴിലാളി കുടുംബമാണ്. ചെത്ത് തൊഴിലേക്ക് പോകണമെന്ന് പോലും വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്താണ് എന്നെ പാർട്ടി ഇവിടേക്ക് ഈ ക്യാമ്പസിൽ BAക്ക് ചേർന്നത്. 1973 തൃശൂരിൽ നടന്ന AASF സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടകരിൽ പ്രധാനികളെല്ലാം ശ്രീ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അക്കാലത്തെക്കുറിച്ചാണ് മുൻമന്ത്രിയും CPI ദേശീയ കൗൺസിൽ അംഗവുമായ KP രാജേന്ദ്രന് പറയാനുണ്ടായിരുന്നത്. മുൻ MPയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ CN ജയദേവൻ, CPI ദേശീയ കൗൺസിൽ അംഗം P. വസന്തം, CPI സംസ്ഥാന കൗൺസിൽ മുൻ അംഗം K. ശ്രീകുമാർ, AASF മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, CPI ദേശീയ കൗൺസിൽ അംഗവും മുൻ MLA-യുമായ രാജാജി മാത്യു തോമസ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. ബാലചന്ദ്രൻ MLA, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ തുടങ്ങിയവരും കലാലയ ഓർമ്മകൾ പങ്കുവച്ചു. 24 തൃശൂർ.